വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാരം പുത്തുമലയിൽ നടക്കുകയാണ്. ഇതുവരെ 16 മൃതദേഹങ്ങൾ സംസ്കരിച്ചു. 14 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരിച്ചറിഞ്ഞ 172 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ദുരന്തത്തിൽ 402 പേരാണ് ഇതുവരെ മരിച്ചത്. 180ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ആ മണ്ണിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവർ, സ്വപ്നം കണ്ടു തുടങ്ങിയവർ, സ്വപ്നം കാണാനുള്ള പ്രായം പോലും ആകാത്തവർ, അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾക്കപ്പുറം മണ്ണിലേക്ക് മടങ്ങുകയാണ്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുന്ന ഫാദർ ജിൻഡോ തട്ടുപറമ്പിൽ അതായത് ശരീരഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംസ്കാരമാണ്. അത് സർവമത പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. അതിലേക്ക് പോകാം. ആകാത്തവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 16 പേരുടെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ പൂർത്തിയായിരുന്നു. 14 പേരുടെ സംസ്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടക്കുന്നത്. എല്ലാ മതസ്ഥരുടെയും പുരോഹിതന്മാർ അവിടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാൽ, OR കേളു എന്നിവർ അവിടെയുണ്ട്. നേരത്തെ മന്ത്രിമാരായ K രാജൻ ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർവമത പ്രാർത്ഥന നടക്കുകയാണ്. സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചു ഉറപ്പിക്കുന്നവനെ നിരുതിരനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിയാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും അത് നിന്നിരുന്ന സ്ഥലവും അജാതമാകുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചുറപ്പിക്കുന്നവനെ നിരതിരനാമത്തിന് സ്തുതി. ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാരങ്ങളെ നവീകരിക്കുന്നവനുമായ കർത്താവെ ഞങ്ങൾ ആരാധിക്കും. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അസ്ഥിരമല്ലോ ഭൂമിയിലെ നീർപ്പോളകൾ പോൽ എല്ലാം തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാര ചടങ്ങുകളാണ് പുത്തുമലയിൽ പുരോഗമിക്കുന്നത്. ആദ്യം 16 പേരുടെ മൃതദേഹമാണ് സംസ്കരിച്ചത്. 14 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. സർവമത പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാ മതങ്ങളുടെയും പുരോഹിതന്മാർ അവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാലും OR കേളുവുമുണ്ട്. മറ്റ് ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ആ സ്ഥലത്തുണ്ട്. ഇവിടെ പറഞ്ഞു പോയവർക്ക് ഉചിതമായൊരു യാത്രാമൊഴി ഏകുകയാണ് നാടൊന്നാകെ. അവിടെ തിരിച്ചറിയാനാകാത്തവർക്ക് അവർക്ക് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് തന്നെയാണ് ആ നാട് നൽകുന്നത്. സർവമത പ്രാർത്ഥന മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതും ആ നിത്യാനന്ദത്തിലേക്ക് ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജനത്താൽ കഴി വിശദീകരിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രം, ചൂരൽമല ശിവക്ഷേത്രം ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അന്തിമ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അന്തിമ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ചെയർമാൻ ബബിതയും NSS ജനറൽ സെക്രട്ടറി സുധാകരൻ ഉൾപ്പെടെ എല്ലാവരുടെയും, സുനിൽ സ്വാമി എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്.
ബഹുമാന്യനായ ബാലചന്ദ്രൻ. വക്രതുണ്ട മഹാകായ വക്രതുണ്ട സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സദാ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശാന്താകാരം ഭുജഗശയനം പാപം സുരേശം വിശ്വാതാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ഗുരവേ നമഃ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി. വേണ്ടി മേപ്പാടി ഖത്തീബ് കൂടിയായിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച 16 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യം ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രാർത്ഥന, തുടർന്ന് ഹൈന്ദവ വിഭാഗത്തിൻ്റെ പ്രാർത്ഥന നടന്നു. ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും തന്നെ ഒരുമിച്ച് മണ്ണിലേക്ക് മടങ്ങുകയാണ്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് നടക്കുന്നത്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, മറ്റ് ജില്ലയിലെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനാകാത്തതിൻ്റെ വേദനയിലും വിങ്ങിലും നിരവധി നാട്ടുകാർ അവിടെ കൂടി നിന്ന് ഈ ചടങ്ങിന് മൂകസാക്ഷികളായി അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മുടെ പ്രദേശത്തും നാട്ടിലും സകല ഐശ്വര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, കാവൽ നൽകുമാറാവട്ടെ. വേദനിക്കുന്ന ഹൃദയങ്ങൾ ധാരാളം ചുറ്റുമുണ്ട്. അള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കും. അല്ലാഹ് അല്ലാഹു അക്ബർ. കേരളത്തിൻ്റെ ആകെ കണ്ണീരായി മാറിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവർക്ക് വിട നൽകുകയാണ് ആ നാടൊന്നാകെ. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മുൻപ് ഹൈന്ദവ വിശ്വാസപ്രകാരവും ക്രൈസ്തവ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ
നടന്നിരുന്നു. ഒരു നാടൊന്നാകെ അവിടേക്ക് എത്തി. പ്രിയപ്പെട്ടവർക്ക് ആരെന്ന് പോലും തിരിച്ചറിയാനാകാത്തവർക്ക് അന്തിമ യാത്രാമൊഴിയേകുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിലുണ്ടോ എന്ന ആകാംക്ഷയിലും ആശങ്കയിലുമൊക്കെ ആ ചടങ്ങിന് മുഖസാക്ഷിയായി നിരവധി പേർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ ക്രൈസ്തവ, ഹൈന്ദവ, ഇസ്ലാം മത പുരോഹിതന്മാർ എന്നിവരെല്ലാവരും തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവ്വമത പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വിവിധ മതങ്ങളുടെ പുരോഹിതന്മാർ ആ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനിയിപ്പോൾ 16 മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുകയാണ്. പുത്തുമലയുടെ ഭൂമിയിലാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായ ആ ഭൂമിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ് വിട്ടുകൊടുത്ത സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥനകൾ ഇപ്പോൾ പൂർത്തിയായി. ആ കുഴിയിലേക്ക് മണ്ണെടുത്ത ജീവനുകൾ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്ന ഏറെ സങ്കടകരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരുണ്ടോ എന്ന ആശങ്കയിൽ, ആകാംക്ഷയിൽ അവിടെ നിരവധി പേർ ഈ ചടങ്ങിന് മൂകസാക്ഷികളായി നിലകൊള്ളുകയാണ്. കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയവർ, സ്വപ്നങ്ങളിൽ ജീവിച്ചവർ, സ്വപ്നം കാണാൻ പോലും ആകാത്ത പ്രായത്തിൽ വിട പറഞ്ഞവർ, അങ്ങനെ എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ, അതിർവരമ്പുകളൊന്നുമില്ലാതെ മണ്ണിലേക്ക് ചേരുകയാണ്. ഏറെ വേദനിപ്പിക്കുന്ന, കേരളത്തിൻ്റെ ആകെ കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുത്തുമലയിൽ കാണാൻ കഴിയുന്നത്. അവർ ഇനി വെറും അടയാള കല്ലുകളായി മാത്രം അവശേഷിക്കുകയാണ്. ഈ മണ്ണിലേക്ക് അവർ മടങ്ങുന്നു. എങ്ങനെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ലിബീഷ്, ഇപ്പോൾ ആദ്യത്തെ 16 മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം രണ്ടാം ഘട്ട സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടയാളക്കല്ലുകളായി മാത്രം മാറിയിരിക്കുകയാണ് തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങൾ. ഇപ്പോൾ അതിലെല്ലാം അടയാളപ്പെടുത്തുകയാണ്. കൃത്യമായ അവരുടെ പേരിപ്പോൾ ഒരു സംഖ്യ മാത്രമാണ്. ആ സംഖ്യകളാണ് ഓരോ അടയാളക്കല്ലുകളിലും പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഖ്യകൾ വെച്ച് വേണം ഇനിയുള്ള ദിവസങ്ങളിലും ഇവരുടെ ബന്ധുക്കൾ തേടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു സംഖ്യ വെച്ച് വേണം അവരെ ഇനി തിരിച്ചറിയാൻ. അതാണ് ഇനി അവരുടെ മേൽവിലാസം. ഈ ഒരു മണ്ണാണ്, ഹാരിസൺ പ്ലാന്റേഷൻ്റെ മണ്ണാണ് അവരുടെ മേൽവിലാസം എന്ന് പറയുന്നത്. എല്ലാം അത്തരത്തിലുള്ളൊരു കരളലിയിക്കുന്ന, അല്ലെങ്കിൽ കണ്ണിൽ ഈറനണിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ആദ്യം ക്രിസ്തുമത പ്രാർത്ഥനയും, പിന്നീട് ഹൈന്ദവ മത പ്രാർത്ഥനയും, അവസാനം ഇസ്ലാം മത പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാം ഓരോ മൃതദേഹങ്ങളായി, അതേപോലെ ശരീരാവശിഷ്ടങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ളതെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ 158 ശരീരാവശിഷ്ടങ്ങളുമുണ്ട്. അത് 3 ആംബുലൻസുകളിലായി എത്തിച്ചും കഴിഞ്ഞു. ഈ ഒരു ചടങ്ങിൽ തന്നെ നിരവധി അധികൃതരും, അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും, മന്ത്രിമാരാണെങ്കിലും KN ബാലഗോപാൽ, OR കേളു എന്നിവരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടാമത് 13 മൃതദേഹങ്ങളാണ് എത്തിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു തെല്ലൊരാശ്വാസം നൽകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഒരു അവസാന നിമിഷത്തേക്ക് ഈ ഒരു തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ എത്തിക്കുന്ന ഒരു മാത്രയിൽ പെട്ടെന്നൊരു മൃതദേഹം തിരിച്ചറിയുന്നൊരു കാഴ്ചയും കാണാനാകുന്നുണ്ട്. കാരണം അവസാന നിമിഷമാണ്. ഒരിക്കലും അറിയില്ല, ഒരു സംഖ്യ മാത്രമായി പോയേക്കാവുന്ന ഒരു മൃതദേഹത്തിന് പേര് തിരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഉറ്റവരെ കണ്ടെത്തിയൊരു കാഴ്ച തന്നെയാണ്. ഇതിലൊരാശ്വാസം നൽകുന്നുണ്ടെങ്കിലും അവർക്കെന്തായാലും ആരും അറിയാതെ ഒരു മൃതദേഹം എന്നുള്ള നിലയ്ക്കല്ല, എന്തായാലും ആ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞ് അതങ്ങനെയും ഒരു തരത്തിൽ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. ആ ഒരു കുടുംബത്തിന് തങ്ങളുടെ ഉറ്റവരെ കണ്ടെത്താനായിരിക്കുകയാണ് ആ ഒരു സംഖ്യ എന്നുള്ളത്. അവിടെ തിരിച്ച് അദ്ദേഹത്തിനൊരു പേരും ഒരു മേൽവിലാസവും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് തുടർന്നുള്ള ബാക്കി 14 എന്നുള്ളതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞൊരു സാഹചര്യത്തിൽ എന്തായാലും 13 മൃതദേഹങ്ങളുടെ ഒരു സംസ്കാര ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായി തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഒരു കാലതാമസം എടുക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ് ആംബുലൻസുകളെല്ലാം
ഓരോന്നായി എത്തുന്നതും അതിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതും ശേഷം വീണ്ടും ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉറ്റവരെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തുണിക്കുള്ളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി വന്നിരിക്കുന്ന നിരവധി ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ് പെട്ടെന്ന് ഈ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞ് അത് തങ്ങളുടെ ഉറ്റവരാണ് എന്നുള്ളത് കണ്ടെത്തി ഇതിൻ്റെ നടപടികളിലേക്കൊക്കെ എത്തിയത്. 154 ശരീരഭാഗങ്ങളും എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെയും നടപടിക്രമങ്ങൾ, സംസ്കാര ചടങ്ങുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും. കുട്ടികളാകട്ടെ, പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മൃതദേഹങ്ങളുമുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ ഒരു മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വയനാടൻ മണ്ണ് മഞ്ഞിൽ കുളിച്ച വയനാടൻ മണ്ണിനിപ്പോൾ മനുഷ്യഗന്ധം നിറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു മണ്ണ് മൊത്തം ഇപ്പോൾ മനുഷ്യരാൽ മൂടപ്പെടുക, അല്ലെങ്കിൽ മനുഷ്യരെ മൂടി എടുത്തിരിക്കുകയാണ്. പുത്തുമലയിലെ 5 വർഷം മുമ്പുള്ള നടന്നൊരു ദുരന്തത്തിൻ്റെ അവശേഷിക്കുന്ന കുറേ ജീവനുകളും ഈ ഒരു മണ്ണിൽ തന്നെയുണ്ട്. അവരോടൊപ്പം തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങിന് ശേഷം ഈ മൃതദേഹങ്ങളും അവർക്കൊപ്പം തന്നെ ഈ ഒരു മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ്. ഇനിയും സങ്കടം, കേരളക്കരെ ആകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി ഒരു കൂട്ടം, അല്ലെങ്കിൽ കേരളം ഇതുവരെ കണ്ടിട്ടുള്ള ഈ ഒരു കൂട്ട സംസ്കാരം ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ണിൽ ഇറങ്ങണിയാതെ ഒന്നും കാണാൻ സാധിക്കില്ല. എന്തായാലും വീണ്ടും കുഴികളെടുക്കുന്ന, അല്ലെങ്കിൽ കുഴികൾ കൂടുതൽ വ്യാപ്തി കൂട്ടുന്ന ഒരു സാഹചര്യവും, അതേപോലെ തന്നെ അടയാളക്കല്ലുകൾ പതിക്കാനുള്ള വേണ്ട നടപടികളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ തന്നെയാണ്. തീർച്ചയായും സമയത്തിനകം തന്നെ അറിയില്ല. എന്തായാലും ഇന്നലത്തെ പോലെ കാലതാമസം എടുക്കില്ല എന്ന് തന്നെയാണ് അധികൃതരും സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കാനാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അപ്പുറത്തെ രക്ഷാദൗത്യമെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ 402 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതേപോലെ തന്നെ 225 മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടുണ്ട്. നിരവധി ശരീരാവശിഷ്ടങ്ങളും പല ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള നിലമ്പൂർ ഭാഗത്തും അല്ലെങ്കിൽ പോത്തുകൽ ഭാഗത്തും ഒക്കെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഇന്നുവരെ നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം അങ്ങോട്ട് എത്തിക്കുകയായിരുന്നു ഇതുവരെ സ്വീകരിച്ചിരുന്ന നടപടി. എന്നാൽ നാളെ മുതൽ നിലമ്പൂർ വെച്ച് തന്നെയും അവിടെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ആ ചാലിയാർ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ അടക്കാനുള്ളൊരു സംവിധാനവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം. റിയാസ് KMR കൂടി ചേരുന്നുണ്ട്. റിയാസ്, ഇതുവരെ 16 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. 14 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏത് ഘട്ടം വരെ എത്തി ഇപ്പോൾ ചടങ്ങുകൾ? നേരത്തെ വന്ന അറിയിപ്പിൽ ഒരു ചെറിയ തിരക്കുണ്ട് എന്നുള്ളത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആദ്യം 14 മൃതദേഹങ്ങളായിരുന്നു മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം അത് ആംബുലൻസിലേക്ക് കയറ്റാൻ പോകുന്നതിന്റെ തൊട്ടു മുൻപ് ഈ മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ മൃതദേഹം തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടി വേണം വരികയും അതിന് അവസരമൊരുക്കുകയും ചെയ്തു. അപ്പോഴിതാ അവസാനത്തെ ഒരാളുടെ മൃതദേഹം ഏറ്റവും അവസാന നിമിഷം ഇവിടത്തേക്ക് എത്തിക്കുന്നതിൻ്റെ അവസാന നിമിഷം ഒരാളുടെ മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു. ആ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം, അതായത് തീർത്തും അനാഥമായി പോകുന്ന ഒരു മൃതദേഹമായിരുന്നു. പക്ഷേ അതിനൊരു നാഥനുണ്ട്. തിരിച്ചറിഞ്ഞ് ആ മൃതദേഹം ഇന്നയാളുടേതാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ 13 മൃതദേഹങ്ങളായിരുന്നു ഇവിടേക്ക് രണ്ടാമത് എത്തിച്ചത്. അതായത് ആദ്യഘട്ടത്തിൽ 16 മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് നടന്നത്. പിന്നീട് 13 മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് നടന്നത്. പിന്നീട് ഇപ്പോൾ 154 ശരീരഭാഗങ്ങളാണ് വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും എത്തിച്ചത്. അത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. എടുത്തു പറയേണ്ടത്, ഏറെ കണ്ണ് നനയിച്ചൊരു കാഴ്ച. പിഞ്ചുകുട്ടികളുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ ഈ മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ആ കാഴ്ച, അതായത് പൂർണ്ണമായും വെള്ള പുതച്ച്, തുണിയിൽ പൊതിഞ്ഞ്, പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ്, എംപാം ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.
അത്രയധികം വേദനയുളവാക്കുന്ന ഒരു ഈ ഒരു പുത്തുമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാന നിമിഷം ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞു. 14 മൃതദേഹങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 13 മൃതദേഹങ്ങളാണ് എത്തിച്ചത്. അവസാന നിമിഷം മേപ്പാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനിടെ ആ സമയത്താണ് ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞത്. റിയാസ്, തീർച്ചയായിട്ടും വളരെ വേദന നിറഞ്ഞ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ആകുലതയിൽ, അവരുടെ ആശങ്കകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഘനീഭവിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഈ അവസാന നിമിഷം മൃതദേഹം തിരിച്ചറിഞ്ഞ ആ ഒരു സാഹചര്യം എന്തായിരുന്നു? ഏറ്റവും അവസാനം, അതായത് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഈ ആംബുലൻസിലേക്ക് മൃതദേഹങ്ങൾ കയറ്റാൻ പോകുന്നതിൻ്റെ തൊട്ടു മുൻപാണ് ആളുകൾ ഒരിക്കൽ കൂടി മൃതദേഹം തിരിച്ചറിയാൻ അവസരം വേണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു നൽകുകയും ചെയ്യുന്നതും അങ്ങനെ. അതായത് നേരത്തെയും ഇന്നലെയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ 9 മൃതദേഹങ്ങളായിരുന്നു ഇവിടേക്ക് എത്തിക്കേണ്ടിയിരുന്നത്. എന്നാൽ അത്തരത്തിൽ അവസാന നിമിഷം അത് തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെട്ട് വന്ന ആളുകൾ, കാരണം അവരുടെ കുറ്റവരുണ്ടാകും, ഒടിയവരുണ്ടാകും, അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യമെന്ന് കണ്ടതുകൊണ്ട് അധികൃതർ അവസരം നൽകുന്നു. അങ്ങനെ ഇന്നലെ ഒരാളെ തിരിച്ചറിഞ്ഞു. അത് ഏറ്റവും അവസാന നിമിഷമായിരുന്നു. തുടർന്ന് 8 ഭൗതികദേഹങ്ങൾ ഈ പുത്തുമലയുടെ മണ്ണിലേക്ക് എത്തിച്ചുകൊണ്ട് 8 പേർക്കാണ് ഇന്നലെ ആദ്യം വിട നൽകിയത്. ഇന്ന് 16 പേരെ പലതവണ തിരിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും, തിരിച്ചറിയാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് 16 പേരുടെ കൂടി ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് 14 പേരുടെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഇന്ന് അല്പം മുൻപ് ഇവിടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മോർച്ചറിയിൽ ഒരു ശ്രമം നടക്കുന്നത്. ആ സമയത്താണ് വീണ്ടും ആളുകൾ ഒരു അവസരം കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. തിരിച്ചറിയാൻ അവിടെയും അധികൃതർ മാനുഷികമായ പരിഗണന കാണിക്കുന്നു. അങ്ങനെ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നൽകി. അപ്പോൾ ആ മൃതദേഹം, അതിൽ ഒരാളുടെ മൃതദേഹം അയാളുടെ ബന്ധുക്കൾക്ക് സാധിക്കുന്നു. അങ്ങനെ ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് മാനിക്കുകയാണ് അധികൃതർ ചെയ്തത്. മറ്റ് 13 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത്. 9 മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചത്. ഒപ്പം 154 ശരീരഭാഗങ്ങളുടെ സംസ്കാരം ഇപ്പോൾ നടക്കുന്നു. അത് ഏറ്റവും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ശരീരഭാഗങ്ങൾ കൊണ്ടുവന്ന കാഴ്ച എന്ന് പറയുന്നത്, രവീഷ്. കാരണം 3 ആംബുലൻസുകളിലായി 154 ശരീരഭാഗങ്ങൾ സ്ട്രക്ചറുകളിൽ കിടത്തി. ഒരു സ്ട്രക്ചറിൽ തന്നെ 10ഉം 20ഉം ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് കരളുരുകി പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഒരു നിമിഷമാണ് ഇത്. കാരണം അത്രയും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളവും നമ്മളും എല്ലാം തന്നെ ഇപ്പോൾ കണ്ടുപോകുന്നത്. ഈ പുത്തുമലയിൽ നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തം പൂർണ്ണമായും എടുത്ത ഒരു പുത്തുമലയിൽ, ആ പുത്തുമലയിൽ വർഷങ്ങൾക്കിപ്പുറം അത് മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തം കവർന്ന ഗ്രാമത്തിലെ മനുഷ്യർക്ക് യാത്രയപ്പിനുള്ള ഇടമായി അത് മാറുന്നു എന്ന വളരെയധികം ദയനീയമായൊരു കാഴ്ച. ഇവിടെ ശരീരഭാഗങ്ങളുടെ സംസ്കാരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഓരോ ബാഗുകളിലായി എത്തിച്ച ശരീരഭാഗങ്ങൾ ഓരോ മൃതദേഹം തന്നെയായി പരിഗണിച്ചുകൊണ്ട്, ഒരു കൈയാകാം, കാലാകാം, ശരീര ഭാഗങ്ങളാകാം, അത് അത്രയധികം മാത്രം ലഭിച്ച ശരീരഭാഗങ്ങൾ അതൊരു പൂർണ്ണമായ മനുഷ്യനാണ് എന്ന് കരുതി ആ 154 ശരീരഭാഗങ്ങളും 154 മനുഷ്യരാണ് എന്ന് തന്നെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ഓരോ തവണയും സർവമത പ്രാർത്ഥനകളോടുകൂടിയാണ് സംസ്കാരം നടന്നത്. അതിനുശേഷം സർക്കാരിൻ്റെ ഔദ്യോഗികമായ ബഹുമതികൾ മന്ത്രിമാർ, MLA മാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് ഈ ഓരോ മനുഷ്യർക്കും വിട നൽകിയത്. അതായത് ഇന്നലെയുള്ള 8ഉം ഇന്നത്തെ 13ഉം ഒപ്പം തന്നെ 6ഉം 29 പേർക്ക് ഇന്ന് നൽകിയപ്പോൾ 8 പേർക്ക് ഇന്നലെ
154 ശരീരഭാഗങ്ങൾക്കും വിടചൊല്ലി. ഇനി അവർ അടയാളക്കല്ലുകളിൽ NI എന്ന നമ്പറിൽ നോൺ ഐഡൻറ്റിഫൈഡ് പേഴ്സൺ എന്ന രീതിയിൽ അവർക്ക് അടയാളക്കല്ലുകളിൽ അവർ അറിയപ്പെടും. നേരത്തെ അവർക്കൊരു പേരുണ്ടായിരുന്നു, അവർക്കൊരു മേൽവിലാസമുണ്ടായിരുന്നു, അവർക്കൊരു ഊരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇനി ഊരിൻ്റെ പേരിൽ അറിയപ്പെടും, നാടിൻ്റെ പേരിൽ അറിയപ്പെടും. മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ നോൺ ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ്, തിരിച്ചറിയാത്ത മനുഷ്യർ. ആ തിരിച്ചറിയാത്ത മനുഷ്യർ അവർ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് തിരിച്ചറിയപ്പെടാത്തവരല്ല, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ്. അവർക്ക് വേണ്ടി ആത്മശാന്തിക്കായി കണ്ണീരോടെ ഒരുറ്റ കണ്ണീരെങ്കിലും അർപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആ നാടിനെ വീണ്ടെടുക്കുന്നതിലൂടെ അവർക്കും നമുക്ക് ആദരമർപ്പിക്കേണ്ടതുണ്ട്. ലബീഷ്, റിയാസ്, ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ എല്ലാം സംസ്കാരം ഇന്നത്തോടെ പൂർത്തിയാവുകയാണോ? ഇനിയും മറ്റ് മൃതദേഹഭാഗങ്ങളൊക്കെ സംസ്കരിക്കാനുണ്ടോ? ലബീഷ്, ഇന്ന് വരെ, ഇന്ന് രാവിലേക്ക് മുൻപ് വരെ മൃതദേഹങ്ങളിൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങളാണ്. ഇന്നലെ വരെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ഏതൊക്കെയാണോ ആ മൃതദേഹങ്ങളുടെയും ഒപ്പം ശരീരഭാഗങ്ങളുടെയും പൂർണ്ണമായ സംസ്കാരമാണ് നടന്നത്. ഇന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുണ്ടാകും. വരുന്ന ദിവസങ്ങളിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെയും ഒക്കെ സംസ്കാരം മാത്രമാണ് നടക്കാനുള്ളത്. അതിൽ തന്നെ തിരിച്ചറിയലെല്ലാം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ആദരവാണ് ഇവിടേക്ക് ഒരുക്കുന്നത്. ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഇതിൻ്റെ ക്രമീകരണം എല്ലാം തന്നെ പൂർത്തീകരിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നത്, ശരീരഭാഗങ്ങൾ ഇനിയും ഇവിടേക്ക് എത്തിക്കാനുണ്ട് എന്നുള്ളതാണ്. നേരത്തെ 3 ആംബുലൻസുകളിലായി മാത്രമല്ല, ആകെ 154 ശരീരഭാഗങ്ങളാണ് ഇവിടേക്ക് എത്തേണ്ടത്. അതിൽ 3 ആംബുലൻസുകളിൽ കൊണ്ടുവന്നതിന് പുറമെ മറ്റ് ആംബുലൻസുകളിൽ കൂടി ഇവിടേക്ക് ശരീരഭാഗങ്ങൾ എത്തുന്നുണ്ട്. വേദന നിറഞ്ഞ അങ്ങേയറ്റം കണ്ണീരടിഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാര ചടങ്ങുകളാണ് നേരത്തെ ഉരുൾ നാശം വിതച്ച പുത്തുമലയുടെ മണ്ണിൽ നടക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 16 മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് സംസ്കരിച്ചത്. തുടർന്ന് 14 മൃതദേഹങ്ങൾ എത്തിക്കുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ഇവിടേക്ക് സംസ്കാരത്തിന് കൊണ്ടുവരുന്നതിന് തൊട്ട് മുൻപാണ് ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞത്. അങ്ങനെ 13 മൃതദേഹങ്ങളാണ് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം 154 ശരീരഭാഗങ്ങൾ കൂടി ഈ മണ്ണിൽ സംസ്കരിച്ചിരിക്കുകയാണ്. ഉചിതമായ യാത്രാമൊഴി ഏകുകയാണ് നാട്. മന്ത്രിമാരായ KN ബാലഗോപാലും OR കേളുവും ഈ അവസാനഘട്ട സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ജില്ലയിലെ MLA-മാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന വലിയൊരു നിര ഈ ചടങ്ങിന് സാക്ഷിയായിട്ടുണ്ട്. അതിനെല്ലാം ഉപരി പ്രിയപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ടോ എന്നുള്ള ആകുലതയിൽ മനസ്സ് വിങ്ങുന്ന വേദനയോടെ ചടങ്ങിനെല്ലാം മൂകസാക്ഷിയായി ഒരുപറ്റം മനുഷ്യർ ആ സംസ്കാര ചടങ്ങ് നടക്കുന്ന പ്രദേശത്തിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന അത്യന്തം വേദനാജനകമായൊരു കാഴ്ചയും അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആംബുലൻസുകളിൽ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. റിയാസ്, നമുക്ക് ഇന്നത്തെ തെരച്ചിലിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ, ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനം, സൈന്യം എപ്പോൾ തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നുവോ അതുവരെ തെരച്ചിൽ തുടരാനാണ് തീരുമാനം. ഇപ്പോൾ ഈ തെരച്ചിൽ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള ആലോചനകളാണ് അവിടെ ഉന്നത തലത്തിലൊക്കെ നടക്കുന്നത്? ലിബീഷ്, ഇന്നലെ മന്ത്രി P. രാജീവുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് P. രാജീവ് വ്യക്തമാക്കിയ ഒരു കാര്യം,
അതായത് ഈ തിരച്ചിൽ സൈന്യവും ഒപ്പം തന്നെ മറ്റു വകുപ്പുകളും ആയി കൂടിയാലോചിച്ച് എത്ര നാൾ തുടരണം എന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സർക്കാർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. സൈന്യം എത്ര നാൾ ഈ തിരച്ചിൽ തുടരും, അത്രയും നാൾ ഈ തിരച്ചിൽ തുടരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടുണ്ട്. മുണ്ടക്കൈയിലും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടത്തും ചൂരൽപ്പുഴയുടെ ഇരുഭാഗങ്ങളിലും വെള്ളാർമലയിലുമെല്ലാമായി നടന്ന തെരച്ചിലായിരുന്നു. ഇന്നും തെരച്ചിൽ ഊർജിതമായിരുന്നു. പക്ഷേ ഇങ്ങനെ തെരച്ചിൽ അനന്തമായി നീണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവായി ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ എത്രമാത്രം മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഈ ജിയോളജി വിഭാഗത്തിൻ്റെ, കേന്ദ്ര ജിയോളജി വിഭാഗത്തിൻ്റെ ഒരു വിവരം സംബന്ധിച്ച്, പഠനം സംബന്ധിച്ച് ഇന്നലെ ഇവിടെ എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഈ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇപ്പോൾ അടിഞ്ഞുകൂടിയ മണ്ണ് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കണമെങ്കിൽ തുടർച്ചയായി 10 വർഷം അവിടെ നിന്ന് മണ്ണെടുക്കുന്ന പ്രക്രിയ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അതിൽ ചില തടസ്സങ്ങളുണ്ട്. സ്വാഭാവികമായും അത്രയും നാൾ ഇനി മണ്ണ് നീക്കിയാൽ പോലും എത്ര പേരുടെ മൃതദേഹങ്ങളോ കൃത്യമായ രീതിയിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. നൂറുകണക്കിന് ിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് പാറക്കല്ലുകൾ എത്രമാത്രം പൊട്ടിക്കാൻ സാധിക്കുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ സൈന്യം ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാറക്കല്ലുകൾ പൊട്ടിച്ചുകൊണ്ട് നീക്കി അവിടെ മൃതദേഹ പരിശോധനകൾ നടത്താൻ ഒരു സാധ്യതകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ അത് ആരെങ്കിലും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും അത്തരമൊരു നീക്കത്തിലേക്ക് പോവുക എന്നാണ് അറിയുന്നത്. അങ്ങനെയുള്ള വിവിധങ്ങളായ പരിശോധിച്ച് വരും ദിവസങ്ങളിൽ എന്തായാലും തെരച്ചിൽ തുടരും. പക്ഷേ അത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. കാരണം ഇങ്ങനെ അനന്തമായി തിരച്ചിൽ തുടരുന്നതിനുമപ്പുറം ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ ഉരുൾപൊട്ടൽ ദുരന്തം തീർത്തും അനാഥരാക്കി പോയ ആ പാവപ്പെട്ട മനുഷ്യർക്കുള്ള ഒരു പുനരധിവാസമാണ് ഏറ്റവും അനിവാര്യമെന്ന് ഇപ്പോൾ പൊതുസമൂഹവും സർക്കാരും തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം പൂർണ്ണ പിന്തുണ അതിനുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് സൈന്യം എത്ര നാൾ തിരച്ചിൽ തുടരുന്നു അത്രയും നാൾ തിരച്ചിൽ തുടരുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലിബീഷ്, സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടി തെരച്ചിൽ നടക്കുകയാണ്. സൈന്യം എപ്പോൾ പറയുന്നുവോ അതുവരെ തെരച്ചിൽ തുടരാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ തെരച്ചിലിന് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുകയാണ്. റിയാസ്, ഈ ചാലിയാർ പുഴയുടെ ഭാഗങ്ങളിലൊക്കെ വളരെ സാഹസികമായ തെരച്ചിൽ രക്ഷാപ്രവർത്തകർ ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ നടത്തിയിരുന്നു. ആ തെരച്ചിലുകളൊക്കെ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയോ? ഇന്ന് ചാലിയാർ പുഴയുടെ തീരത്തും ശക്തമായ രീതിയിൽ തന്നെയുള്ള ഊർജിതമായ തിരച്ചിൽ നടന്നു. 2 മേഖലകളായി തന്നെയാണ് ഇന്നും തിരച്ചിൽ നടത്തിയത്. 8 പോലീസ് സ്റ്റേഷൻ 40 കിലോമീറ്റർ ദൂരത്താണ് ഈ തെരച്ചിൽ തുടർന്നത്. അതിൽ പോലീസിന്റെയും ഒപ്പം തന്നെ നീന്തൽ വിദഗ്ധരുടെയും എല്ലാം സഹായത്തോടുകൂടി സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ഒപ്പം അതിനിടയിൽ തന്നെ ഈ ചാലിയാർ പുഴയുടെ പരിസരത്ത് ഒരു ഭാഗത്ത് നടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസം ആളുകൾ കുടുങ്ങിയതുപോലെ ഇന്നും ഈ രക്ഷാപ്രവർത്തകർ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ അഗ്നിരക്ഷാ സേനയുടെ സന്നദ്ധ പ്രവർത്തകരെത്തി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ആഴ്ച കൂടി, അതായത് ഈ കാന്തൻപാറയിലായിരുന്നു ഇന്നലെ അവർ കുടുങ്ങിയത്. അവരെ ഒരു മൃതദേഹമടക്കം എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലിബീഷ്, എന്തായാലും ആ പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ കൃത്യമായി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതേ ഉള്ളൂ. ആ അറിയിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. റിയാസ്, തുടരുക. ഇപ്പോൾ അവിടെ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലാണ്. ടി സിദ്ദിഖ് MLA ആവശ്യമായ നിർദ്ദേശങ്ങൾ അവിടെ നൽകുന്നുണ്ട്. അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ. അതിവേഗം എല്ലാം തന്നെ പുരോഗമിക്കുന്നത്. കൽപ്പറ്റ MLA ടി സിദ്ദിഖാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. മന്ത്രിമാരായ KN ബാലഗോപാലും
അവിടെ ഉണ്ടായിരുന്നു. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ ഒക്കെ അടങ്ങുന്ന വലിയൊരു നിര തന്നെ പ്രിയപ്പെട്ടവർക്ക് അവരാരെന്ന് പോലും അറിയില്ലെങ്കിൽ കൂടി അന്തിമ യാത്രാമൊഴിയേക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 93 ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നേരത്തെ 16 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ആദ്യം ഇന്ന് നടന്നത്. അതിനുശേഷം 14 മൃതദേഹങ്ങൾ ഇവിടേക്ക് പുത്തുമലയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുൻപാണ് ഒരു മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ 13 മൃതദേഹങ്ങളാണ് പുത്തുമലയിലേക്ക് അവസാന ഘട്ടത്തിൽ ഇന്ന് എത്തിച്ചത്. മറ്റ് ശരീരഭാഗങ്ങൾ 154 ശരീരഭാഗങ്ങളും എത്തിച്ച് ആ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ആദ്യം ക്രൈസ്തവ മതവിശ്വാസികളുടെ പ്രാർത്ഥനകൾ, തുടർന്ന് ഹൈന്ദവ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ, ഏറ്റവും ഒടുവിൽ ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും വിവിധ പുരോഹിതർ പൂർത്തിയാക്കി. അതിനുശേഷം നേരത്തെ ഒരുക്കിയ കുഴിമാടങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ മൃതദേഹങ്ങൾ ഓരോന്നായി എടുത്തു വെച്ച് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇവർക്ക് എല്ലാം തിരിച്ചറിയപ്പെടാനാകാതെ പോയവർക്ക് ഓരോ അതിരടയാള കല്ലുകൾ നൽകിയാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. അവർ ഇനി ആ നമ്പറുകളിലാണ് അവർ ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ DNA പരിശോധന പോലുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഈ നമ്പറുകൾ ഇട്ട കല്ലുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്.